ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ആഫ്രിക്കൻ്റെയും നാടൻ്റെയും കമ്പാരിസൺ ആണ്. ഏതൊരു കാനി നാടൻ പക്ക ഒറിജിനൽ നാടൻ മുഷിയാണ്. ഇത് കാണുമ്പോൾ തന്നെ കളറിലത് മനസ്സിലാവും. ഇതെപ്പോഴും ഒരു മണ്ണിൻ്റെ കളറ് അല്ലെങ്കിൽ ചില കേസിൽ ഒരു തരം വെണ്ണൂറിൻ്റെ കളറും വരലുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനൊരു ഡിഫൈൻഡ് ബോഡി ഉണ്ട്, ഒരു ഉരുണ്ട ശരീരം, എന്നിട്ട് പിന്നെ കറക്റ്റ് ഒരു ബോഡി. ഇതെപ്പോഴും ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് കിടക്കുക, കണ്ടില്ലേ? ഇത് ഇതേപോലെ കിടക്കുക. അതേസമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ആഫ്രിക്കൻ മുഷിയാണ്. കുറച്ച് പാടുപെട്ട് കിട്ടാൻ, കാരണം ബാനായ കാരണം എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ മുഷിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ തലഭാഗവും ഉടലും ഒരേപോലെയാണ് ഇരിക്കുക, ഒരു ഡിഫറൻസിയേഷനും ഇല്ല. പക്ഷെ നമ്മൾ കമ്പയർ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതൊരു ആഫ്രിക്കനും നാടുമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതേ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആഫ്രിക്കൻ എപ്പോഴും ഈ പറയുന്ന പോലെ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പെന്ന് ഒരു തരം വെണ്ണീറും വെള്ളം കളറും മിക്സ് ആയിരിക്കും. തലയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ എപ്പോഴും ഒരു തരം പരന്ന തല, ഒരു ഉദാഹരണം പറയുന്നത് നമ്മുടെ ഈ മൈനസ് സ്ക്രൂ ഡ്രൈവറില്ലേ, അതേപോലെ തലയായിരിക്കും. പക്ഷെ നാടനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റൗണ്ട് തലയായിരിക്കും. കണ്ടോ, ഒരു റൗണ്ട് തലയാണ് എപ്പോഴും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ സ്കളില്ലേ, തലയുടെ ഈ എല്ലും ബോഡി തമ്മിൽ നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അത് ചെറിയ പൊടിക്കുഞ്ഞാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, ഇത് ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ചില സമയത്ത് ചില വെള്ളത്തിൽ കിടന്നിട്ട് ഇതും കറുപ്പ് കളർ ആവലുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ കൊമ്പും ഈ ശരീരപ്രകൃതം നോക്കി പെട്ടെന്ന് മനസ്സിലാവും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കണ്ട, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ വാലിങ്ങനെ ചിരിച്ചിട്ടേ കിടക്കും. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇതിപ്പോൾ ഞാൻ ഇളക്കി, എത്ര ഇളക്കി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിന്റെ വാങ്ങി ചിരിക്കും. പക്ഷെ ആഫ്രിക്കൻ അങ്ങനെയില്ല. ആഫ്രിക്കൻ എത്ര കിടന്നാലും എങ്ങനെ കാണിച്ചാലും ആഫ്രിക്കൻ അങ്ങനെ കിടക്കും. ഇതാ പുള്ളി വാലി ചിരിച്ച് കിടന്നു. ഇതാണ് ഇതിന്റെ രണ്ടിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീശയമ്പ് നോക്കുമ്പോൾ ഇതിന്റെ മീശ എല്ലാതും രണ്ട് സൈഡിലേക്കായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് അടുത്തത് പിടിക്കുക, നിങ്ങൾ നോക്കിയാൽ കാണുന്നില്ലേ? ഇതിന്റെ മുകളിലത്തെ മീശ ഈ ഭാഗത്തേക്കും മറ്റത് ഇങ്ങോട്ടും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുക, ലെഫ്റ്റും റൈറ്റും ഓറിയന്റഡ് ആയിട്ട് നിൽക്കുക. പക്ഷെ നമ്മൾ ആഫ്രിക്കൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട, ഈ ആഫ്രിക്കൻ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, മുകളിലത്തെ മീശ രണ്ട് സൈഡിലേക്കും പിന്നെ താഴത്തെ മീശ ഇതാ നേരെ തൊട്ടടുത്ത് തന്നെ നാടനുണ്ട്. ഒറ്റ ഫ്രൈവിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇതൊരു നാടനും ഇതൊരു ആഫ്രിക്കനുമാണ്. കണ്ട, നാടൻ നമ്മൾ എങ്ങനെ കിട്ടു കഴിഞ്ഞാലും ഇതിൻ്റെ ഈ അര മുതലുള്ള വാലുള്ള ഭാഗം ഇങ്ങനെ ചെരിച്ചിട്ടേ കിടക്കും. അത് ഏറ്റവും വലുതാണ്. ഇതേപോലെ ആഫ്രിക്കൻ, ചിലപ്പോൾ ആഫ്രിക്കൻ കുറച്ച് വലുതായി കഴിഞ്ഞ് ഇതേപോലെ കിടക്കലുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇതിങ്ങനെ കിടക്കും. പിന്നെ തലയുടെ ഭാഗം എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആഫ്രിക്കൻ്റെ മനസ്സിലാവായകല്ല, പക്ഷെ ഇതിൻ്റെ തലയുടെ ഈ ഒരു പൊസിഷനിൽ കള്ളും ഈ ബോഡിയും നല്ല ഡിഫറൻഷിയേറ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ആഫ്രിക്കൻ്റെയും കുറച്ച് വലുപ്പം കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ തല കുറച്ച് കോർത്തിട്ടായിരിക്കും. നാടൻ്റെ തല എപ്പോഴും ഇതേപോലെ ഉരുണ്ടിട്ടായിരിക്കും. ഇതിൻ്റെ വലിയ ഞങ്ങൾ കാണിച്ചു തരാം. ആഫ്രിക്കൻ വലുതില്ല, ഇതിനെ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാന ഒരു കാര്യം, നാടൻ എപ്പോഴും ആക്റ്റീവായിരിക്കും. നമ്മൾ തൊടുമ്പത്തിനും ഞങ്ങൾ നല്ല മണ്ടൽ സ്പീഡിൽ ഓടും. ഇതാണ് ഒരു നാടൻ്റെയും ആഫ്രിക്കൻ്റെയും വ്യത്യാസം. ഇതാണ് ഒരു നാടൻ്റെയും ആഫ്രിക്കൻ കളർ തന്നെ കണ്ടില്ലേ. ഇത് എപ്പോഴും ഒരു മണ്ണിൻ്റെ കളറായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് ബ്ലാക്ക് ആയിരിക്കും. തലഭാഗം കണ്ടില്ലേ, തലയുടെ ആ ഒരു ഡിഫറൻസിയേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ആഫ്രിക്കൻ്റെ തല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി പോയിന്റ് വി ആയിരിക്കും ഈ ഭാഗത്ത്. പിന്നെ ഇതിൻ്റെ തല അല്ല ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇതേ സമയം നമ്മൾ ആഫ്രിക്കനെ തൊടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ സമയം നമ്മൾ നാടനെ തൊടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല കിട്ടാ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ നാടനെ ചെറിയ കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും പിടിക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് ഈ ഫിന്ന്, ഈ രണ്ട് കൊമ്പ് എപ്പോഴും നമ്മുടെ കൈമ തടയും. നമ്മളതിന് പിടിക്കാനും എടുക്കാനും നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കൊമ്പ് തടയും. അതാണ് നാടനാണ് ആഫ്രിക്കൻ പറ്റിയുള്ള വേറൊരു. ഞാൻ പറയാൻ കാരണം, ചില സമയത്ത് ഈ നാടൻ തന്നെ ഈ ഷാലോ വാട്ടറിൽ കിടന്നിട്ട് ഇതേപോലെ ഒരു കറുപ്പ് നിറം വരലുണ്ട്. പക്ഷെ ഇതേപോലെ ആഫ്രിക്കൻ എപ്പോഴും ഇതേപോലെ കറുപ്പിൻ്റെ മുകളിൽ ഒരു കുത്തും പാണ്ടും ഒക്കെ ഉണ്ടായിരിക്കും. നാടൻ ക്ലീൻ ആയിരിക്കും. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈയിട്ട് പിടിക്കാം.
കൈ വരെ പിടിക്കുമ്പോൾ ആഫ്രിക്കൻ ഒരു അടിക്കടുത്തായ മാത്രമാണ് അതിൻ്റെ സൈഡിലുള്ള ചെകിളയുമുള്ള കൊമ്പ് തട്ടുള്ളൂ. ഇത് എത്ര ചെറുതാണെങ്കിലും ഇതിൻ്റെ ചെകിളയുമുള്ള കൊമ്പ് കണ്ടില്ലേ പെട്ടെന്ന് തട്ടും. പിന്നെ കളർ ഡിഫറൻസിലാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെണ്ണൂറിന് ഒരു തരം വൈറ്റ് കളറുള്ള പോലെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബോഡി കണ്ടില്ലേ തനി യെല്ലോ ആയിരിക്കും, ഇതേപോലത്തെ കളറായിരിക്കും. നാടൻ്റെ കുട്ടികളാണ് കണ്ടില്ലേ, വാല് അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചെരിച്ച് കിടന്നിരിക്കുന്നത്. എല്ലാവരും വാല് ചെരിച്ച് കിടന്നിട്ട് ഇതൊരു ആഫ്രിക്കനാണ്. ഒരു നിമിഷം കണ്ടോ, നമ്മൾ എത്രയൊക്കെ നോക്കിയാലും പെട്ടെന്ന് മനസ്സിലാവും. ഇതിന് അറിയാത്തവരാണ് പെടുന്നത്. കണ്ടോ, അത് വാല് ഓട്ടോമാറ്റിക്കായിട്ട് ചെരിച്ച് കിടന്നു. ആഫ്രിക്കനും അങ്ങനെ വാല് ചെരിച്ച് കിടക്കും, പക്ഷെ കൂടുതലും ഇവരാണ് കിടക്കുക. ഇവരെ ബോഡി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കണ്ടോ ഒരു റൗണ്ട് ബോഡിയാണ്. എപ്പോഴും അവർക്ക് ഉണ്ടാവുക, ഉരുണ്ട തല. പക്ഷെ ആഫ്രിക്കൻ്റെ എന്തെങ്കിലും കുറച്ച് പരന്ന തലയായിരിക്കും. നമ്മളുടെ ഈ മൈനസ് സ്ക്രൂഡ്രൈവറിൻ്റെ ഒക്കെ അറ്റം കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു തരം പരന്നിട്ട് അതേമാതിരി ആയിരിക്കും ഇതിൻ്റെ. ഇത് എപ്പോഴും ഉരുണ്ടിട്ടായിരിക്കും. ഇത് നിങ്ങൾ ഏതിനെടുത്ത് കഴിഞ്ഞാലും ഉരുണ്ടിട്ടായിരിക്കും. പിന്നെ മെയിലും ഫീമെയിൽ ഡിഫറൻസിയേഷൻ ചെറുതാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം മെയിലിന് നല്ല തല ഉണ്ടായിരിക്കും, ഓടൽ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും. ഫീമെയിലിന് ഓടലും തലയും ഒരേപോലെ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒരു 2 ഇഞ്ച് ആ സൈസുള്ള കുഞ്ഞുങ്ങളാണ്, നല്ല ഹൈപ്പർ ആക്റ്റീവ്. ഇതൊരു ആഫ്രിക്കനും കണ്ടോ. ആഫ്രിക്കൻ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്താണ് നമ്മൾ ഇന്നലെ തിരിച്ചു കൊണ്ടു കൊടുക്കും. ആരും ആഫ്രിക്കനെ വളർത്തരുത്, ബാൻഡ് ഫിഷാണ്.